Okay, good morning to all. Today we are moving on to our last unit. It contains two chapters: density of visual images and shades and shadows. And today we are dealing with the density of visual images. Density of visual images എന്ന് പറയുന്നത് ജോൺ ബർഗർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ആർട്ട് ക്രിറ്റിക്ക് എഴുതിയ ഒരു എസ്സേ ആണ്, ഒരു ഉപന്യാസമാണ്. വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, അതിനെയാണ് വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാന്ദ്രത. അപ്പം നമ്മൾ ഓരോ കാണുന്ന കാര്യങ്ങൾക്കും അതിൽ കൂടുതൽ അർത്ഥമുണ്ടെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ റിയാലിറ്റിയിൽ കാണുന്ന പല ചിത്രങ്ങൾക്കും അതിൻ്റെ ഉപരിയായിട്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ ക്രിറ്റിക്കലി വിമർശിക്കണമെന്നാണ് അദ്ദേഹം ഈ എസ്സേയിലൂടെ നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ്സ് ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ജോൺ ബർഗർ, ദ ഓതർ. ജോൺ ബർഗർ ഈസ് ആൻ ഇംഗ്ലീഷ് ആർട്ട് ക്രിറ്റിക്, നോവലിസ്റ്റ്, പെയിൻറ്റർ ആൻഡ് പോയറ്റ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് കലാവിമർശകനാണ്, അതുപോലെ തന്നെ ഒരു നോവലിസ്റ്റാണ്, പെയിൻറ്ററാണ്, പോയറ്റാണ്. ദ എസ്സേ ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ് ഈസ് ടേക്കൻ ഫ്രം വേസ് ഓഫ് സീയിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വർക്കായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയായിട്ടുള്ള വേസ് ഓഫ് സീയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വഴികൾ. അതായത് നമ്മളെ കാഴ്ചപ്പാടിൻ്റെ വഴികൾ, നമ്മൾ ഓരോ കാര്യങ്ങളും കാണുന്നതിന് പല രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. പല രീതിയിൽ തന്നെ നമ്മൾ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമ്മളതിൻ്റെ ഉള്ളിലെ അർത്ഥം, അതായത് അതിൻ്റെ ഒരു അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ വർക്കിലൂടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വർക്കിലെ ഒരു എസ്സേ മാത്രമാണ് ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ്, നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ സാന്ദ്രത. വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റിമുലേറ്റിംഗ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബുക്ക് ഓൺ ആർട്ട്. അപ്പോൾ ഇത് കലാമേഖലയിലെയും അതുപോലെ തന്നെ ഡിസൈനിങ് മേഖലയിലെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ കാര്യം എടുക്കുവാണെങ്കിലും, അല്ലെങ്കിൽ തന്നെ ഇൻ എനി ലാംഗ്വേജ്, ഏതൊരു ഭാഷ എടുത്താലും നമുക്ക് ഈ ഒരു വർക്ക്, അദ്ദേഹത്തിൻ്റെ ജോൺ ബർഗറിൻ്റെ വേസ് ഓഫ് സീയിങ് എന്നുള്ള ഈ വർക്ക് വളരെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു വർക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അതേ ഒരു എസ്സേയാണ് ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ്. ഇൻ ദിസ് എസ്സേ ബർഗർ അർജസ് ദ റീഡേഴ്സ് ടു ബി ക്രിറ്റിക്കലി അലേർട്ട് വൈൽ കോംപ്രിഹെൻഡിങ് ദ വിഷ്വൽ ഇമേജസ് അറൗണ്ട്. വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് കാണാൻ സാധിക്കുന്നത്, വിഷ്വൽ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത്, അതായത് ദൃശ്യപരമായിട്ടുള്ള ഇമേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചിത്രങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്സേയുടെ പേര് തന്നെ വേസ് ഓഫ് സീയിങ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ നിന്നെടുത്ത എസ്സേയാണ് ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ്. വേസ് ഓഫ് സീയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കാഴ്ചപ്പാടിൻ്റെ വഴികൾ. ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ചിത്രങ്ങളുടെ സാന്ദ്രത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എസ്സേയിലൂടെ നമ്മൾ അലേർട്ട് ആക്കുകയോ ചെയ്യുന്നത്. നമ്മൾ ക്രിറ്റിക്കലി അലേർട്ട് ആകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. വി ഷുഡ് ബി ക്രിറ്റിക്കലി അലേർട്ട് വൈൽ വി ആർ വാച്ചിങ് വിഷ്വൽ ഇമേജസ് അറൗണ്ട് us. നമ്മളുടെ ചുറ്റുമുള്ള വിഷ്വൽ ഇമേജസ് കാണുമ്പോൾ നമ്മൾ അതൊരു ക്രിറ്റിക്കലി വിമർശനപരമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി എസ്സേ. ഇൻ ദ സിറ്റീസ് ഇൻ വിച്ച് വി ലീവ് ഓൾ ഓഫ് us see hundreds of publicity images every day. നമ്മുടെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ, നമ്മുടെ പട്ടണങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ ചുറ്റും ഒരുപാട് പബ്ലിസിറ്റി ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നോ അതർ കൈൻഡ് ഓഫ് ഇമേജ് കൺഫ്രണ്ട്സ് ആസ് ഓൺ സോ ഫ്രീക്വൻ്റ്ലി. അപ്പം നമ്മളിങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഇമേജസ്, അതായത് പല പരസ്യങ്ങളാകാം, അല്ലെങ്കിൽ അതുപോലുള്ള പല സെറ്റപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യും, അല്ലേ? പക്ഷേ നമുക്ക് ചുറ്റുമുള്ള മറ്റു പല കാര്യങ്ങളും നമ്മൾ കാണുന്നില്ലെങ്കിൽ, കണ്ടില്ല എന്നെങ്കിൽ നമ്മളങ്ങ് നടിക്കുന്നു. അതായത് പലരുടെയും ദുരിതങ്ങളും കാര്യങ്ങളുമൊക്കെ. ഇൻ നോ അതർ സൊസൈറ്റി ഇൻ ഹിസ്റ്ററി ഹാസ് ദെയർ ബീൻ സച്ച് എ കോൺസെൻട്രേഷൻ ഓൺ ഇമേജസ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ അകത്ത് അതീവ ശ്രദ്ധ കൊടുക്കുന്നതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഇമേജസ് സച്ച് എ ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ്. അപ്പോൾ അദ്ദേഹം പറയുവാണ്, നമ്മളുടെ ഈ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന കാഴ്ചകളെക്കാളും സാന്ദ്രതയുള്ളതായിട്ട് മറ്റൊരു ചിത്രവും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ നയന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനേക്കാളും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കാണുന്നു, പക്ഷേ നമ്മളതൊന്നും നോക്കുന്നില്ല. വൺ മേ റിമെമ്പർ ഓർ ഫോർഗെറ്റ് ദിസ് മെസ്സേജസ് ബട്ട് ബ്രീഫ്ലി വൺ ടേക്സ് ദം ഇൻ and for a moment they stimulate one's imagination by way of either memory or expectation. One may remember or forget these messages but briefly. അപ്പോൾ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ എന്നാ ചെയ്യും, നമ്മൾ മിക്കവാറും അതങ്ങ് മറന്നു കളയും. വൺ ടേക്സ് ദം ഇൻ, ചിലരെന്നാ ചെയ്യും, അത് ഉള്ളിലോട്ടാക്കും. ആൻഡ് ഫോർ എ മൂമെൻറ്റ് ദേ സ്റ്റിമുലേറ്റ് വൺസ് ഇമാജിനേഷൻ ബൈ വേ ഓഫ് ഐദർ മെമ്മറി ഓർ എക്സ്പെക്ടേഷൻ. ചിലരെന്നായും ഇത് മെമ്മറിയിൽ സൂക്ഷിക്കും, ചിലരത് ഒരു പ്രതീക്ഷയോടെ അതിനെ കാണും. ഇങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളെ നമ്മൾ കാണുന്നത്. ദ പബ്ലിസിറ്റി ഇമേജ് ബിലോങ്സ് ടു ദ മൂമെൻറ്റ്. പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി വെക്കുന്ന ഇമേജ് ആണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. വി സീ ഇറ്റ് ആസ് വി ടേൺ എ പേജ്, ആസ് വി ടേൺ എ കോർണർ, ആസ് എ വെഹിക്കിൾ പാസസസ്. നമ്മുടെ ചുറ്റുമുള്ള പല കാഴ്ചകളും കാണുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നമ്മൾ
നമ്മളിപ്പോൾ ഒരു ബുക്കിൻ്റെ പേജ് മറിക്കുന്ന പോലെ വീറ്റ് ചെയ്യണ പേജ്, അല്ലെങ്കിൽ ആസ് വീറ്റ് ചെയ്യണ കോർണർ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മൂലയിലോട്ട് മാറുന്നു, കോർണർ മൂല, ഏതെങ്കിലും ഒരു മൂലയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ നീങ്ങുന്നു. ഇതുപോലെയാണ് നമ്മൾ ഓരോ ചിത്രങ്ങളും നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ആസ് എ വെഹിക്കിൾ പാസസസ്, നമ്മളെ കടന്നു പോകുന്ന ഒരു വാഹനം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് കടന്നുപോയി, നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ മൈൻഡ് ചെയ്യുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ കാണുന്നത്. ഓർ വി സീ ഇറ്റ് ഓൺ എ ടെലിവിഷൻ സ്ക്രീൻ വൈൽ വെയിറ്റിംഗ് ഫോർ ദ കൊമേഴ്ഷ്യൽ ബ്രേക്ക് ടു എൻഡ്. പിന്നെ നമ്മൾ ടി വിക്കകത്ത് പല പരസ്യങ്ങളും കാണുന്നുണ്ട്. ടി വിക്കകത്ത് കാണുന്ന പരസ്യങ്ങളും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതാണ്, നമ്മളിപ്പോൾ മെയിനായിട്ടൊരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ വാണിജ്യപരമായിട്ട്. ഇപ്പോൾ വാണിജ്യപരമായിട്ടുള്ള വാണിജ്യ ലക്ഷ്യത്തോടെ നമ്മളൊരു കാര്യം കാണുന്നു. അതിൻ്റെ ഇടയ്ക്ക് പല പരസ്യങ്ങളും നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാമിനിടയ്ക്ക് കാണുമ്പോൾ എന്താണ്, നമ്മളതിനെ ഇത് ചുമ്മാ ഒരു പേജ് മറിക്കുന്ന പോലെ, ഒരു വാഹനം കടന്നു പോകുന്ന പോലെ നമ്മളതിനെ അങ്ങ് കടന്നു പോകുന്നു. പബ്ലിസിറ്റി ഇമേജസ് ഓൾസോ ബിലോങ് ടു ദ മൂവ്മെൻറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ദേ മസ്റ്റ് ബി കണ്ടിന്യൂവലി റിന്യൂവ്ഡ് ആൻഡ് മെയ്ഡ് അപ് ടു ഡേറ്റ്. ഇപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഇമേജസ് ആണെങ്കിൽ അവരെന്നാ ചെയ്യുന്നത്, നമുക്കറിയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പരസ്യമാണെങ്കിൽ, ഇപ്പോൾ ബ്രിട്ടാനിയയുടെ പരസ്യമോ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ പരസ്യം, അല്ലെങ്കിൽ ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുതിയ മോഡലിനെ വെച്ചും അതുപോലെ പുതിയ പുതിയ രീതിക്കാണ് വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നത്. അത് കാലം കടന്നു പോകുന്നതനുസരിച്ച് അവർ അപ് ടു ഡേറ്റ് ആയിട്ട് പരസ്യങ്ങൾ മാറ്റുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂവലി ഇൻ ദ സെൻസ് ദാറ്റ് ദേ മസ്റ്റ് ബി കണ്ടിന്യൂവലി റിന്യൂവ്ഡ് ആൻഡ് മെയ്ഡ് അപ് ടു ഡേറ്റ്. കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെന്ന് പറഞ്ഞാൽ അവർ അപ് ടു ഡേറ്റ് ആയിട്ട് റിന്യൂ ചെയ്യുന്നുണ്ട്, പരിഷ്കരിക്കുന്നുണ്ട് പരസ്യങ്ങൾ. യെറ്റ് ദേ നെവർ സ്പീക്ക് ഓഫ് ദ പ്രസൻറ്റ്. അങ്ങനെയാണെങ്കിലും അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരൊരിക്കലും പ്രസൻറ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വർത്തമാനകാലം, നമ്മളിപ്പോൾ ജീവിക്കുന്ന യുഗത്തെക്കുറിച്ചല്ല പറയുന്നത്. ഓഫൻ ദേ റെഫർ ടു ദ പാസ്റ്റ് ആൻഡ് ഓൾവേസ് സ്പീക്ക് ഓഫ് ദ ഫ്യൂച്ചർ. ഇപ്പം ഏത് പരസ്യം എടുത്ത് നോക്കിയാലും, ഇപ്പോൾ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒക്കെ പരസ്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിക്കും, ഇതിന് മുന്നേ, ഇത് കഴിഞ്ഞ്, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞൊരു അവസ്ഥ പരസ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ പരസ്യം നോക്കുമ്പോൾ പരസ്യങ്ങൾ പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ പരസ്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റും കാണിക്കും, ഫ്യൂച്ചറും കാണിക്കും. ഇപ്പോൾ ഒരാൾ ഒരു സാധനം ഉപയോഗിക്കുന്നതിന് മുന്നേ എങ്ങനെയാണ്, ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ്, അതായത് ബിഫോറും ആഫ്റ്ററുമാണ് നമ്മൾ പരസ്യത്തിൽ കാണുന്നത്. ഒരിക്കലും പ്രസൻറ്റ് സ്റ്റേജ്, സ്റ്റിൽ എങ്ങനെയാണെന്നുള്ളൊരു സ്റ്റേജ് പരസ്യത്തിൽ കാണുന്നില്ല. അപ്പോൾ പരസ്യത്തിൽ വർത്തമാന കാലത്തിൽ എങ്ങനെയാണെന്നുള്ളത് പറയുന്നില്ല. നമുക്കെല്ലാം അറിയാം, നമ്മളുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി സംഭവിച്ചാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഇമാജിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾ നിൽക്കുന്ന യുഗത്തിലല്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പോൾ പരസ്യം നോക്കുവാണെങ്കിൽ ദേ ഓൾവേസ് റെഫർ ടു ദ പാസ്റ്റ് ആൻഡ് ഓൾവേസ് ദേ സ്പീക്ക് ഓഫ് ദ ഫ്യൂച്ചർ. അവർ പാസ്റ്റ് റെഫർ ചെയ്യുന്നു, രണ്ടാമത് നേരെ ഡയറക്റ്റ് ഫ്യൂച്ചറിലോട്ട് കിടക്കുക. അങ്ങനെയാണ് പരസ്യങ്ങൾ കാണുന്നത്. വി ആർ നൗ സോ അക്കംസ്റ്റംഡ് ടു ബീയിങ് അട്രാക്റ്റഡ് ബൈ ദ ഇമേജസ് ദാറ്റ് വി സ്കേഴ്സ്ലി നോട്ടീസ് ദെയർ ടോട്ടൽ ഇമ്പാക്റ്റ്. അക്കംസ്റ്റംഡ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക. We are now so accustomed to being attracted by the images that we scarcely notice their total impact. ഇപ്പം നമ്മൾ പല പരസ്യങ്ങളും കാണുമ്പോൾ നമ്മൾ അവയുടെ ആ ഒരു ടോട്ടൽ ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു സ്വാധീനം എത്രത്തോളമാണ് നമ്മളങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല. പല പരസ്യങ്ങളും കാണുമ്പോൾ എ പേഴ്സൺ മേ നോട്ടീസ് എ പർട്ടിക്കുലർ ഇമേജ് ഓർ എ പീസ് ഓഫ് ഇൻഫർമേഷൻ ബിക്കോസ് ഇറ്റ് കറസ്പോണ്ട്സ് ടു സം പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഹി ഓർ ഷീ ഹാസ്. അപ്പോൾ പല ആളുകളും പല പരസ്യങ്ങളോടും അട്രാക്റ്റഡ് ആകുന്നത് എന്താണ്, അവരുടെ ഒരു പ്രത്യേക താല്പര്യം മൂലമാണ്, അവരുടെ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ്, പ്രത്യേക താല്പര്യം മൂലമാണ്. ബട്ട് വി ആക്സെപ്റ്റ് ദ ടോട്ടൽ സിസ്റ്റം ഓഫ് പബ്ലിസിറ്റി ഇമേജസ് ആസ് വി ആക്സെപ്റ്റ് ആൻ എലമെൻറ്റ് ഓഫ് ക്ലൈമറ്റ്. ബട്ട് വി ആക്സെപ്റ്റ് ദ ടോട്ടൽ സിസ്റ്റം ഓഫ് പബ്ലിസിറ്റി ഇമേജസ് ആസ് വി ആക്സെപ്റ്റ് ആൻ എലമെൻറ്റ് ഓഫ് ക്ലൈമറ്റ്. പിന്നെ നമ്മൾ പലപ്പോഴും പല പബ്ലിസിറ്റി ഇമേജസും, പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന പല പരസ്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നതിന് കാരണം എന്താണ്, അത് ചുമ്മാ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമ്മളങ്ങ് അംഗീകരിക്കുന്നു, ആ ഒരു മീനിങ്ങിലാണ്. അതായത് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, അതായത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ദ ഫാക്ട് ദാറ്റ് ദീസ് ഇമേജസ് ബിലോങ് ടു ദ മൂവ്മെൻറ്റ് ബട്ട് സ്പീക്ക് ഓഫ് ദ ഫ്യൂച്ചർ പ്രൊഡ്യൂസസ് എ സ്ട്രേഞ്ച് എഫക്റ്റ് വിച്ച് ഹാസ് ബിക്കം സോ ഫെമിലിയർ ദാറ്റ് വി സ്കേഴ്സ്ലി നോട്ടീസ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ദ ഫാക്ട് ദാറ്റ് ദീസ് ഇമേജസ് ബിലോങ് ടു ദ മൂവ്മെൻറ്റ് ബട്ട് സ്പീക്ക് ഓഫ് ദ ഫ്യൂച്ചർ പ്രൊഡ്യൂസസ് എ സ്ട്രേഞ്ച് എഫക്റ്റ് വിച്ച് ഹാസ് ബിക്കം സോ ഫെമിലിയർ ദാറ്റ് വി സ്കേഴ്സ്ലി നോട്ടീസ് ഇറ്റ്. അപ്പം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു നിമിഷത്തെ തന്നെ കാണുന്ന ഈ പരസ്യം, ഇതെന്ന് പറഞ്ഞാൽ അത് ഭാവി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷേ അത് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, ഭാവിയിലുള്ളതാണ് പറയുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. യൂഷ്വലി ഇറ്റ് ഈസ് വി ഹൂ പാസ് ദ ഇമേജ് walking, traveling, running a page on the TV screen. It is somewhat different, but even then, we are theoretically the active agent. അപ്പം നമ്മൾ പരസ്യങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ചിലപ്പോൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ടേണിങ് ഒരു പേജ് മറിക്കുമ്പോഴൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ടി വിയിലത് കാണുമ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഓൺ ദ ടി വി സ്ക്രീൻ ഇറ്റ് ഈസ് സംവാട്ട് ഡിഫറെൻറ്റ്, ബട്ട് ഈവൻ ദെൻ വി ആർ തിയററ്റിക്കലി ദ ആക്റ്റീവ് ഏജൻറ്റ്. നമ്മൾ ഈ പരസ്യം കാണുമ്പോൾ അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ടിരിക്കുന്ന ഏജൻറ്റ് ആരാണ്? നമ്മൾ തന്നെയാണ്. വി ക്യാൻ ലുക്ക് എവേ, നമുക്ക് വേണമെങ്കിൽ അതിലോട്ട് നോക്കാം, അല്ലെങ്കിൽ ടേൺ ഡൗൺ ദ സൗണ്ട്, നമുക്ക് വേണമെങ്കിൽ സൗണ്ട് കുറയ്ക്കാം. മേക്ക് സം കോഫി. ഇപ്പോൾ ടി വിയിലൊരു ബ്രേക്ക് വരുന്നു, പരസ്യം കാണിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്തോട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക്
സൗണ്ട് കുറയ്ക്കാം, ആ സമയം ഒരു കോഫി ബ്രേക്ക് എടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ട് വേണമെങ്കിലും നമുക്കതിനെ മറികടക്കാം. യെറ്റ് ഡെസ്പൈറ്റ് ദിസ് വൺ ഹാസ് ദ ഇംപ്രഷൻ ദാറ്റ് പബ്ലിസിറ്റി ഇമേജസ് ആർ കണ്ടിന്യൂലി പാസിംഗ് എസ് ലൈക്ക് എക്സ്പ്രസ് ട്രെയിൻസ് ഓൺ ദെയർ വേ ടു സം ഡിസ്റ്റൻറ്റ് ടെർമിനസ്. ഇപ്പം പല പബ്ലിസിറ്റി ഇമേജസും പല പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന പല ഇമേജസും നമ്മളെ പാസ് ചെയ്യുന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ പാസ് ചെയ്യുന്ന വേഗതയോട് വേണം, അത്ര ഫാസ്റ്റാണ്. പക്ഷേ അവിടെ ശരിക്കും മാറ്റമില്ലാത്ത എന്താ, പരസ്യം എപ്പോഴും മാറുന്നുണ്ട്. ബട്ട് വി ആർ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കാണ് അവിടെ ചലനമില്ലാതിരിക്കുന്നത്, നമ്മൾ അതേപടി ഇരിക്കുക. ദേ ആർ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ്, മാറിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത്, സ്റ്റാച്യു പോലെ ഇരിക്കുന്നത്. അപ്പം നമ്മളവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, പരസ്യമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. Publicity is usually explained and justified as a competitive medium which ultimately benefits the public and the most efficient manufacturers, and thus the national economy. It is closely related to certain ideas about freedom of choice for the purchaser. അപ്പോൾ പബ്ലിസിറ്റി ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്, അത് ബെനിഫിറ്റ്സ് ദ പബ്ലിക് ആൻഡ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മാനുഫാക്ചറേഴ്സ്. അപ്പോൾ ഇത് ശരിക്കും പബ്ലിസിറ്റി ഇമേജസ് എന്ന് പറഞ്ഞാൽ അത് ആരെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്, ശരിക്കും ആർക്കാണ് നേട്ടം ഉണ്ടാക്കുന്നത്, കൺസ്യൂമേഴ്സിനും അതുപോലെ തന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല കാര്യപ്രാപ്തിയുള്ള മാനുഫാക്ചറേഴ്സിനുമാണ് ഗുണം ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് നാഷണൽ ഇക്കണോമിയെ അത് സഹായിക്കുന്നു, അതായത് നാഷണൽ എക്കണോമിക്കും സാമ്പത്തികപരമായിട്ട് ഗുണം ചെയ്യുന്നു. It is closely related to certain ideas about freedom of choice for the purchaser, freedom of enterprise for the manufacturer, the great hoardings and the publicity neons of the cities of capitalism are the immediate visible signs of the free world. ഫ്രീ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തുറന്ന ലോകം, വളരെ സ്വതന്ത്രമായിട്ടൊരു ലോകം. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ലോകം എന്നുകൊണ്ട് കാണിക്കുന്നത് certain ideas about freedom of choice of the purchaser. നമുക്കറിയാം പല പരസ്യങ്ങളും ഇങ്ങനെ വരുന്നതിൽ നിന്ന് നമുക്ക് കിട്ടും ഒരു ടൂത്ത് പേസ്റ്റ്, അതിൽ നിന്ന് നമുക്കൊരു ചോയ്സ് കിട്ടുവാണ് ഏതെടുക്കണം. അല്ലെങ്കിൽ അതുപോലെ ഇങ്ങനെ പല ബ്രാൻഡിൻ്റെ പല പ്രോഡക്റ്റ് വരുമ്പം നമുക്കൊരു ഫ്രീഡം കിട്ടുക, ഏതെടുക്കണം, പർച്ചേസർക്കൊരു ഫ്രീഡം നൽകുന്നു. അതുപോലെ തന്നെ മാനുഫാക്ചറിന് ഒരു ഫ്രീഡം നൽകുന്നു. അതുപോലെ തന്നെ ഒരു സിറ്റി ലൈഫിലുണ്ടാകുന്നൊരു മാറ്റമാണ് കാണുന്നത്. നിയോൺ ബൾബുകൾ മാറുന്ന പോലെയാണ് കാര്യങ്ങൾ ഈ പരസ്യത്തിലൂടെ മാറുന്നതായിട്ട് കാണിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, വിസിബിളായിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള ഒരു ദൃശ്യപരമായിട്ടുള്ളൊരു ലോകം, അതിനെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ പരസ്യത്തിലൂടെ. പബ്ലിസിറ്റി ഇറ്റ് ഈസ് തോട്ട് ഓഫേഴ്സ് എ ഫ്രീ ചോയ്സ്. പബ്ലിസിറ്റി ഇറ്റ് ഈസ് തോട്ട്. പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും കാര്യം പബ്ലിസിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചിന്തയാണ്. ഓഫേഴ്സ് എ ഫ്രീ ചോയ്സ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഒരു അവസരം എടുക്കുക എന്നുള്ളതാണ് നമ്മളതിൽ കാണേണ്ടത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഇൻ പബ്ലിസിറ്റി വൺ ബ്രാൻഡ് ഓഫ് പ്രോഡക്റ്റ് വൺ ഫെയിം കോമ്പീറ്റ്സ് വിത്ത് അനദർ, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ദാറ്റ് എവറി പബ്ലിസിറ്റി ഇമേജ് കോൺഫോംസ് ആൻഡ് എൻഹാൻസസ് എവറി അതർ. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ എന്താണ്, ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ കോൾഗേറ്റിൻ്റെ ഒരു ടൂത്ത് പേസ്റ്റ് ഇപ്പോൾ ക്ലോസപ്പിനോട് കോമ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പബ്ലിസിറ്റി കൊടുക്കുന്ന വഴിയായിട്ട് ഒരു ബ്രാൻഡിൻ്റെ സാധനം മറ്റൊരെണ്ണത്തിനോട് കോമ്പീറ്റ് മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളവിടെ കാണുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ദാറ്റ് എവറി പബ്ലിസിറ്റി ഇമേജസ് കൺഫേംസ് ആൻഡ് എൻഹാൻസസ് എവറി അതർ. അപ്പോൾ ഒരു പബ്ലിസിറ്റി ഇമേജ് മറ്റൊരെണ്ണത്തിൻ്റെ മറികടക്കുകയാണ് ചെയ്യുന്നത്. പബ്ലിസിറ്റി ഈസ് നോട്ട് മിയർലി ആൻ അസംബ്ലി ഓഫ് കോമ്പീറ്റിംഗ് മെസ്സേജസ്. ഇപ്പോൾ പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ അത് നോട്ട് ആൻ അസംബ്ലി ഓഫ് കോമ്പീറ്റിംഗ് മെസ്സേജസ്. അപ്പം മെസ്സേജുകളുടെ ഒരു മത്സരം എന്നുള്ളതല്ല പബ്ലിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഇൻ ഇറ്റ് സെൽഫ്. അപ്പോൾ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഭാഷ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ്സ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ഈസ് ഓൾവേസ് ബീയിങ് യൂസ്ഡ് ടു മേക്ക് ദ സെയിം ജനറൽ പ്രൊപ്പോസൽ. വിത്തിൻ പബ്ലിസിറ്റി ചോയ്സസ് ആർ ഓഫേർഡ് ബിറ്റ്വീൻ ദിസ് ക്രീം ആൻഡ് ദാറ്റ് ക്രീം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫെയർനെസ് ക്രീമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അപ്പം ആ ക്രീമാണോ ഈ ക്രീമാണോ നല്ലത്, ഇങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യം വരുവാണ് പബ്ലിസിറ്റിയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷയാണ്, അതായത് ഒരെണ്ണം മറ്റേതിനേക്കാളും ബെറ്റർ ആണെന്ന് കാണിക്കുന്നൊരു ഭാഷയായിട്ടാണ് നമ്മൾ പബ്ലിസിറ്റിയെ കണ്ടത്. ദാറ്റ് കാർ ആൻഡ് ദിസ് കാർ, ഇപ്പോൾ രണ്ട് കാർ കമ്പയർ ചെയ്യുന്നു, അതിലായിട്ടാണ് ബെറ്റർ എന്നൊക്കെയുള്ള കാര്യമല്ല. അപ്പോൾ ഒരു ലാംഗ്വേജ് ആണ് ഇതിലൂടെ കാണിക്കുന്നത്. ബട്ട് പബ്ലിസിറ്റി ആസ് എ സിസ്റ്റം ഓൺലി മേക്സ് എ സിംഗിൾ പ്രൊപ്പോസൽ. പക്ഷേ ഇങ്ങനെയുള്ള പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ടു മേക്സ് എ സിംഗിൾ പ്രൊപ്പോസൽ, അവിടെ കാണിക്കുന്ന വെച്ചാൽ അവിടെ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങോട്ട് ഒരു നിർദ്ദേശം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ നിർദ്ദേശം മാത്രമേ അവിടെ നമ്മൾ കാണുന്നുള്ളൂ. ഒരു കാര്യത്തിൻ്റെ പബ്ലിസിറ്റി നടത്തുന്നതോടെ അവരുടേത് മാത്രമായിട്ടുള്ളൊരു നിർദ്ദേശമാണ് അവരതിലൂടെ വെക്കുന്നത്. അതുകൊണ്ടാണ് സിംഗിൾ പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ബ്രാൻഡുകാർ പറയുമ്പോൾ അത് അവരുടെ മാത്രം നിർദ്ദേശമാണ്, നമ്മളെ അതിലേക്ക് ഇഴയ്ക്കുവാണ് അവർ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉണ്ടാകും, നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഇദ്ദേഹം
ഇതിലൂടെ ജോൺ ബർഗർ നമ്മളോട് പറയുന്നത്. ഇറ്റ് പ്രൊപ്പോസസ് ടു ഈച്ച് ഓഫ് us that we transform ourselves our lives by buying something more. അപ്പം അതിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുതരം പ്രൊപ്പോസലാണ്. പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്. അപ്പോൾ ഓരോ പബ്ലിസിറ്റിയിലൂടെയും കാണിക്കുന്നത് പറഞ്ഞാൽ ഓരോ പബ്ലിസിറ്റിയിലൂടെയും നമ്മളോടൊരു നിർദ്ദേശം വയ്ക്കുക. അതായത് നമ്മളുടെ ലൈഫിനെയാണ് ഇവരുടെ ഈ പബ്ലിസിറ്റിയിലൂടെ മാറ്റാൻ നോക്കുന്നത്. അതായത് നമ്മളുടെ ജീവിത രീതി, അവർ ലൈഫ്സ് അതെങ്ങനെയാണ് മാറുന്നത്? നമ്മളിപ്പോൾ ഒരു ചെറിയ കാറുണ്ട്, അത് മാറ്റി ഒരു വലിയ കാറാക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട്, ആ വീട് മാറ്റി വലിയ വീടാക്കുന്നു, അല്ലെങ്കിൽ പെയിൻറ്റ് മാറ്റി ഇടിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഈ പബ്ലിസിറ്റി മൂലം നമ്മളുടെ കയ്യിലുള്ളത് മാറ്റി നമ്മളും മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പബ്ലിസിറ്റി നമ്മളോട് പറഞ്ഞാൽ നമ്മളെ തന്നെ മാറ്റാനാണ് അവർ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ദിസ് മോർ ഇറ്റ് പ്രൊപ്പോസസ് വിൽ മേക്ക് എസ് ഇൻ സം വേ റിച്ചർ ഈവൻ ദോ വി വിൽ പൂവറർ ബൈ ഹാവിങ് സ്പെൻഡ് അവർ മണി. നമ്മൾ ചിലപ്പം ഒരു പക്ഷേ ഇങ്ങനെ പൈസ ചിലവാക്കി ഇങ്ങനെ നമ്മൾ പൂറായിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ സ്റ്റാൻഡേർഡ് ലൈഫിന് വേണ്ടി നമ്മൾ ഇത് മേടിക്കണം അത് മേടിക്കണം എന്നാണ്. സത്യം പറഞ്ഞാൽ ഈ പബ്ലിസിറ്റിക്ക് നമ്മൾ അടിമകളായി പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പബ്ലിസിറ്റി പെർസുവേർട്സ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. പെർസുവേർട്സ് ഓഫ് സച്ച് എ ട്രാൻസ്ഫോർമേഷൻ ബൈ ഷോവിങ് എസ് പീപ്പിൾ ഹു ഹാവ് അപ്പാരൻ്റ്ലി ബീൻ ട്രാൻസ്ഫോംഡ് ആൻഡ് ആർ ആസ് എ റിസോൾട്ട് എൻവിയബിൾ എന്ന് പറഞ്ഞാൽ അസൂയപ്പെടുക. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ മറ്റേ അയൽക്കാരന് അസൂയ ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു സാധനം മേടിച്ചാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ അവനേക്കാളും മുകളിലായെന്നൊരു തോന്നലാണ്. അപ്പോൾ ഈ പബ്ലിസിറ്റിയിലൂടെ ഇതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പരസ്യം പബ്ലിസിറ്റി ചെയ്യുമ്പോൾ നമ്മൾ മറ്റവൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനം നമ്മൾ മേടിക്കുന്നു. അതുവഴിയായിട്ട് മറ്റൊരു അസൂയ ഉണ്ടാക്കിയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എൻവീഡ് എന്ന് പറഞ്ഞാൽ അസൂയ, എൻവീഡ് എന്ന് പറഞ്ഞാൽ അസൂയപ്പെട്ടു, ബീയിങ് എൻവീഡ് എന്ന് പറഞ്ഞാൽ അസൂയപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഈസ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഗ്ലാമർ ആൻഡ് പബ്ലിസിറ്റി ഈസ് ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഗ്ലാമർ. The state of being envied is what constitutes glamour and publicity is the process of manufacturing glamour. അപ്പം ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാമർ നൽകുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിസിറ്റിയാണ്. ആ പബ്ലിസിറ്റി കണ്ടിട്ടാണ് ആളുകൾ ഗ്ലാമർ കൂട്ടാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഗ്ലാമർ കൂട്ടാന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് കൂട്ടാനായിട്ട് ചെയ്യുന്നത്. പബ്ലിസിറ്റി ഈസ് ദ കൾച്ചർ ഓഫ് കൺസ്യൂമർ സൊസൈറ്റി. അപ്പോൾ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഉപഭോക്തൃ സമൂഹത്തിൻ്റെ ഭാഗമാണ്. പബ്ലിസിറ്റി ഈസ് ദ കൾച്ചർ ഓഫ് കൺസ്യൂമർ സൊസൈറ്റി. അപ്പോൾ കൺസ്യൂമർ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരമാണ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ. ഇറ്റ് നീഡ്സ് ടു ടേൺ ഇറ്റ്സ് ഓൺ ഇമേജ് അഡ്വാൻറ്റേജ് ദ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഓഫ് ദ ആവറേജ് സ്പെക്ടേറ്റർ ബയർ. അപ്പം സാധാരണയായിട്ടുള്ളൊരു വാങ്ങലുകാരൻ, അതായത് സാധാരണയായിട്ടുള്ളൊരു കസ്റ്റമർ, അപ്പോൾ കസ്റ്റമറിനെ കൺസ്യൂമറാണ് ഇതിലൂടെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പബ്ലിസിറ്റി. ഇറ്റ് നീഡ്സ് ടു ടേൺ ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജ് ദ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഓഫ് ദ ആവറേജ് സ്പെക്ടേറ്റർ ബയർ. അപ്പം പരമ്പരാഗതമായിട്ട് ഒരു ശരാശരി വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആ ഒരു ജീവിതത്തെ മാറ്റി വരുത്തുകയാണ് ഈ കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഈ പബ്ലിസിറ്റി ലാംഗ്വേജിലൂടെ. വാട്ട് ഹീ ഹാസ് ലേൺഡ് out of history, mythology, വാട്ട് ഹീ ഹാസ് ലേൺഡ് അറ്റ് സ്കൂൾ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ സ്കൂളിലും, അതുപോലെ തന്നെ മിത്തോളജി എന്ന് പറഞ്ഞാൽ പുരാണങ്ങൾ, അതുപോലെ തന്നെ പോയട്രി, കവിതകളിലൂടെ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാമർ. സിഗരറ്റ്സ് ക്യാൻ ബി സോൾഡ് ഇൻ ദ നെയിം ഓഫ് കിങ്, അണ്ടർവെയർ ഇൻ ദ കണക്ഷൻ വിത്ത് സ്പിനിക്സ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ അണ്ടർവെയർ ആണെങ്കിലും അല്ലെങ്കിൽ സിഗരറ്റ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വലിയ ബ്രാൻഡ് ഇട്ട് വിറ്റ് കഴിയുമ്പോൾ എത്ര ഹാംഫുള്ളാണെങ്കിലും ആളുകൾ അങ്ങ് മേടിക്കുവാണ്. അതുപോലെ എ ന്യൂ കാർ ബൈ റെഫറൻസ് ടു ദ സ്റ്റാറ്റസ് ഓഫ് കൺട്രി ഹൗസ്. അതുപോലെ തന്നെ ഒരു പുതിയ കാർ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രി ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പട്ടണത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു വലിയ വീട് വെക്കുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ വലിയ കാർ മേടിക്കുന്നത്. ദ ലാംഗ്വേജ് ഓഫ് ഓയിൽ പെയിൻറ്റിങ്, ദീസ് വേഗ് ഹിസ്റ്റോറിക്കൽ ഓർ പോയറ്റിക് റെഫറൻസസ് ആർ ഓൾവേസ്. അതുപോലെ തന്നെ പല ആളുകളും വലിയ കാശ് കൊടുത്ത് ചിത്രങ്ങൾ മേടിക്കും, ഓയിൽ പെയിൻറ്റിങ്ങുകൾ ആർ പ്രസൻറ്റ്. ദ ഫാക്ട് ദാറ്റ് ദേ ആർ imprecise ആൻഡ് അൾട്ടിമേറ്റ്ലി മീനിങ്ലെസ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. They should not be understandable. They should merely a reminiscent of cultural lessons half learned. Publicity makes all history mythical. ഇപ്പോൾ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ ചരിത്രപരമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെയും അത് വെറുതെ പുരാണത്തിൽ കേൾക്കുന്ന കാര്യങ്ങളായിട്ട് അങ്ങ് മാറ്റും. ബട്ട് ടു ഡു സോ എഫക്റ്റീവ്ലി ഇറ്റ് നീഡ്സ് എ വിഷ്വൽ ലാംഗ്വേജ് വിത്ത് ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻസ്. ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഒരു പബ്ലിസിറ്റി കൊടുക്കണമെങ്കിൽ അത് വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, അതോടൊപ്പം തന്നെ അവർക്കൊരു വിഷ്വൽ ഇമേജസും കൂടെ കാണിച്ചാലേ നമ്മളത് കാണുള്ളൂ. കാരണം ടി വിയിൽ ഒരു പരസ്യം കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട നായകൻ നായിക ഇങ്ങനെയുള്ളൊരു സങ്കല്പം കാരണമാണ് ആളുകൾ പല പരസ്യങ്ങളും ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഷാരൂഖ് ഖാൻ അഭിനയിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു
ഇതുകൊണ്ടാണ് പല ആളുകളും ശ്രദ്ധിക്കുന്നത് പല പരസ്യങ്ങളും. അപ്പോൾ ഒരു ഓഡിറ്ററി ലാംഗ്വേജ്, ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നത്, അപ്പം വാക്കുകൾ കൊണ്ട് പറയുന്നതും ചെവി കൊണ്ട് കേൾക്കുന്ന ലാംഗ്വേജ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു വിഷ്വൽ ഇമേജ്, കാണാൻ പറ്റുന്ന തരത്തിലുള്ള ചിത്രം കൂടി ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഈ പബ്ലിസിറ്റി ആളുകളെ എഫക്റ്റ് ചെയ്യത്തുള്ളൂ. Lastly, a technical development has made it easy to translate the language of oil painting into publicity cliches. ഇപ്പോൾ നമുക്കറിയാം പല ടെക്നിക്കൽ സൈഡിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, അതായത് പല വികസനവും ടെക്നിക്കലായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം അതുമൂലം എന്നാ പറ്റി, പല ഓയിൽ പെയിൻറ്റിങ്സും എന്തായി, അത് പബ്ലിസിറ്റി ക്ലീഷേഴ്സ് ആയിട്ട് ഇപ്പം നമ്മൾ മൊബൈലിൽ കൂടെയും അല്ല അതുപോലുള്ള മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമ്മളിപ്പം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പണ്ട് ചിത്രങ്ങളായിട്ട് വരച്ച് തന്നിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദിസ് വാസ് ദ ഇൻവെൻഷൻ അബൌട്ട് 15 years ago ഓഫ് ചീപ്പ് കളർ ഫോട്ടോഗ്രഫി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഓയിൽ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചീപ്പ് കളർ, ഏറ്റവും വില കുറഞ്ഞ രീതിക്കുള്ള ഒരു ഫോട്ടോഗ്രഫിക്ക് ഒരു ഉദാഹരണമായിട്ടായിരുന്നു ഓയിൽ പെയിൻറ്റിങ് പണ്ട് ആളുകളെ വരച്ചിരുന്നത്. അതായത് ഫോട്ടോ എടുക്കാതെ തന്നെ ഒരാളിൻ്റെ വെച്ചടിക്കുന്ന രീതിക്ക് നമ്മൾ ഓയിൽ പേപ്പറിൽ പടങ്ങൾ വരയ്ക്കുമായിരുന്നു. ഇന്നിപ്പം ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്സ് വന്നതോടുകൂടി അതിനെയല്ലാതെ മാറ്റിമറിച്ചു. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. Such a photography can reproduce the color and texture and tangibility of objects as oil painting had been able to do before. പക്ഷേ ഇന്നത്തെ കാലത്തുള്ള ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓയിൽ പെയിൻറ്റിങ്ങിനെ കടത്തി വിട്ടുന്ന രീതിക്കാണ്. ബോത്ത് മീഡിയ യൂസ് സിമിലർ ഹൈലി ടാക്ടൈൽ മീൻസ് ടു പ്ലേ അപ്പോൺ ദ സ്പെക്ടേറ്റേഴ്സ് സെൻസ് ഓഫ് അക്യൂറിംഗ് റിയൽ തിങ് വിച്ച് ദ ഇമേജ് ഷോസ്. പക്ഷേ ഇന്ന് നമുക്ക് പല മീഡിയ സംവിധാനങ്ങൾ കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ ഈ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻ ബോത്ത് കേസസ് his feeling that he can almost touch what is in the image remains him, how he might or does possess the real thing. പിന്നെ ഇന്നെടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും അന്നത്തെ ഓയിൽ പെയിൻറ്റിങ് ആണെങ്കിലും നമ്മൾ കാണുന്നത് എന്താണ്, he can almost touch what is in the image remains him, how he might or does possess the real thing. അപ്പോൾ അന്നത്തെ ഓയിൽ പെയിൻ്റ് ആണെങ്കിലും ഇന്നെടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും നമ്മൾ നോക്കി അറിയാവുന്നൊരു കാര്യമുണ്ട്, നമ്മൾ യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് മാത്രമാണ് ഇത്. അപ്പോൾ രണ്ട് രീതിക്കാണെങ്കിലും നമുക്ക് ഒറിജിനൽ ഇമേജിനെ തന്നെയാണ് ഇവിടെ, നമുക്ക് ഒറിജിനൽ ഇമേജിൻ്റെ തന്നെ ഒരു കോപ്പിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദ പർപ്പസ് ഓഫ് പബ്ലിസിറ്റി ഈസ് ടു മേക്ക് ദ സ്പെക്ടേറ്റർ മാർജിനലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് പ്രസൻറ്റ് വേ ഓഫ് ലൈഫ്. അപ്പം ഏതൊരു പരസ്യം പബ്ലിസിറ്റി കൊടുത്താലും അതിലൂടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരൻ, ഏത് പരസ്യം കാണുന്ന ആളാണ് സ്പെക്ടേറ്റർ മാർജിനലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് പ്രസൻറ്റ് വേ ഓഫ് ലൈഫ്. ഇപ്പം നമ്മളൊരു പരസ്യം കാണുമ്പോൾ അപ്പം നമുക്ക് സ്വയം നമുക്കൊരു അവജ്ഞ തോന്നും, അയ്യോ നമ്മുടെ ജീവിതം ഈ അലമ്പാണല്ലോ, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, അവരെ പോലെ ആകണം എന്നൊരു ചിന്ത നമുക്ക് വരും. അപ്പം നമ്മളുടെ ഇപ്പോൾ പ്രസൻറ്റ് ലൈഫിനോട് നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസംതൃപ്തി തോന്നും. ഡിസാറ്റിസ്ഫൈഡ് അസംതൃപ്തപ്പെടുക. അപ്പം ഏതൊരു പരസ്യം കാണുമ്പോഴും അപ്പോൾ കാഴ്ചക്കാരൻ എന്നാ ഉണ്ടാകുന്നു, ഇപ്പോൾ എൻ്റെ ജീവിതം മോശമാണ്, ഇതുപോരാ, ഞാൻ അപ്ഡേറ്റ് ചെയ്യണമെന്നൊരു തോന്നലുണ്ടാക്കുന്നതാണ് പരസ്യത്തിൻ്റെ പരിപാടി. അതാണ് അതിൻ്റെ പബ്ലിസിറ്റി കൊണ്ട് കാണിക്കുന്നത്. നോട്ട് ജസ്റ്റ് വിത്ത് ദ വേ ഓഫ് ലൈഫ് ഓഫ് സൊസൈറ്റി ബട്ട് വിത്ത് ഹിസ് ഓൺ വിത്തിൻ ഇറ്റ്. അപ്പം സമൂഹത്തിലുള്ള അവൻ്റെ ജീവിതത്തിലല്ല അവന് ബുദ്ധിമുട്ട്, അവൻ്റെ വീട്ടിലുള്ള അവൻ്റെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിലാണ് അവന് ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഇഫ് ഹി ബൈസ് വാട്ട് ഈസ് ഓഫറിങ് ഹിസ് ലൈഫ് വിൽ ബിക്കം ബെറ്റർ. പെട്ടെന്ന് നോക്കുമ്പോൾ ആളുകൾ വിചാരിക്കും, അപ്പോൾ പരസ്യത്തിൽ കാണുന്ന സാധനം മേടിച്ചാൽ എൻ്റെ ജീവിതം കൂടുതൽ മഹത്വപൂർണ്ണമാകും, ബെറ്ററാകും. ആ ഒരു ചിന്തയോടെയാണ് ആളുകൾ പലതും മേടിക്കുന്നത്. ഇറ്റ് ഓഫേഴ്സ് ഹിം ആൻ ഇംപ്രൂവ്ഡ് ഓൾട്ടർനേറ്റീവ് ടു വാട്ട് ഹി ഈസ്. അപ്പം ചില ആളുകൾ പരസ്യം കാണും, ഇപ്പോൾ ടി വിയുടെ കാര്യമാണ്, സ്മാർട്ട് ടി വി വരുന്നു, അപ്പോൾ അവർക്ക് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ടി വി പഴയ ടി വി ആണ്, അല്ലെങ്കിൽ LED ആണ്, അതുപോലെ സ്മാർട്ട് ടി വി ആണെങ്കിൽ ഇന്ന് ടി വി തന്നെ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. അപ്പം നമുക്ക് തോന്നും പ്രസൻറ്റിൽ ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ പോരാ, ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് കിട്ടും. അങ്ങനെ ഒരു ചിന്തയാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ പരസ്യങ്ങൾ മുഴുവൻ നമ്മളെ സ്പോയിൽ ചെയ്യുവാണ്. നമ്മൾ ആ പരസ്യത്തിൻ്റെ ഇന്നർ മീനിങ് മനസ്സിലാകുന്നില്ല, നമുക്കുള്ളത് കൊണ്ട് കഴിയാതെ നമ്മൾ എന്നാ ചെയ്യുന്നത്, നമ്മൾ ലെവൽ കൂടുതൽ ചിന്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് ജോൺ ബർഗർ നമ്മളോട് ഇതിലൂടെ പറഞ്ഞു വരുന്നത്. ഓൾ പബ്ലിസിറ്റി വർക്ക്സ് അപ്പോൺ ആൻഷൈറ്റി. അപ്പോൾ എല്ലാ പബ്ലിസിറ്റിയും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാ പബ്ലിസിറ്റിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആൻഷൈറ്റിയിൽ നിന്നാണ്. ആൻഷൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ, നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു വേവലാതിയിൽ നിന്നാണ് പല പബ്ലിസിറ്റിക്കും ഗുണം കിട്ടുന്നത്. അതായത് നമുക്ക് തോന്നുന്നു, ഇപ്പോൾ പല പരസ്യങ്ങളും കാണും, അയ്യോ നമ്മുടെ അവസ്ഥ മോശമാണ്, നമുക്കത് പോരാ, അത് മേടിച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനൊരു തോന്നലുണ്ടാക്കുന്നതാണ് പരസ്യത്തിൻ്റെ റിസൾട്ട്. ദ സം ഓഫ് എവറിത്തിങ് ഈസ് മണി ടു ഗെറ്റ് മണി. അപ്പോൾ എല്ലാ കാര്യത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്, മണി ടു ഗെറ്റ് മണി. എവറിത്തിങ് ഈസ് ടു മണി ടു ഗെറ്റ് മണി.
പൈസ പൈസ എന്നുള്ളതാണ് എല്ലാത്തിൻ്റെ അവസാനം. ഈസ് ടു ഓവർകം ആൻഷൈറ്റി. Alternately, the anxiety on which publicity plays is the fear that having nothing you will be nothing. ഇപ്പം നമുക്ക് ഇപ്പോൾ പല സാധനങ്ങളും നമ്മളൊരു പരസ്യം കാണുമ്പോൾ മേടിക്കാൻ ചിന്തിക്കുന്നതിന് കാരണം ഇത്, അയ്യോ നമുക്കൊന്നുമില്ല, നമുക്ക് കാറില്ല, നമുക്ക് ജീപ്പില്ല, നമുക്ക് മൊബൈലില്ല, അയ്യോ നമുക്കതില്ല ഇതില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പലരും പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഇല്ല എന്നുള്ളൊരു ആൻഷൈറ്റി ഉണ്ടാകുന്നതിൽ നിന്നാണ് നമ്മൾ പല സാധനങ്ങളും മേടിക്കുന്നത്. Alternatively, the anxiety on which publicity plays is the fear that having nothing you will be nothing. Money is life, not in the sense that without money you starve. ഇപ്പം പൈസയാണ് ജീവിതം, അല്ലെങ്കിൽ പൈസ ഇല്ലാതെ നിങ്ങൾ പട്ടിണി കിടക്കും. നോട്ട് ഇൻ ദ സെൻസ് ദാറ്റ് ക്യാപിറ്റൽ ഗീവ്സ് വൺ ക്ലാസ് പവർ ഓവർ ദി എൻറ്റയർ ലൈഫ് ഓഫ് അനദർ ക്ലാസ്. ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കും എന്നൊരു തോന്നൽ മാത്രമല്ല ഇവിടെ കാണുന്നത്. അതിനേക്കാൾ ഉപരി ഒരു ക്ലാസിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇപ്പോൾ ഇടത്തരത്തിൽ നിൽക്കുന്ന ആളിന് തോന്നും ഞാൻ അപ്പർ ക്ലാസ് ആകണം, മിഡിൽ ക്ലാസ് നിൽക്കുന്നവന് അപ്പർ ക്ലാസ് ആണോയെന്ന് തോന്നും, ലോ ക്ലാസ്സിൽ നിൽക്കുന്നവന് മിഡിൽ ക്ലാസ് ആണോ തോന്നും. ഈ ഒരു ചിന്തയാണ് പരസ്യം ഇതിലൂടെ ഉണ്ടാക്കുന്നത്. ബട്ട് ഇൻ ദ സെൻസ് ദാറ്റ് മണി ഈസ് ദ ടോക്കൺ ഓഫ് ആൻഡ് ദ കീ ടു എവറി ഹ്യൂമൻ കപ്പാസിറ്റി. ദ പവർ ടു സ്പെൻഡ് മണി ഈസ് ദ പവർ ടു ലീവ്. അപ്പോൾ പൈസയാണ് എല്ലാത്തിൻ്റെയും ടോക്കൺ. ദ പവർ ടു സ്പെൻഡ് മണി ഈസ് ദ പവർ ടു ലീവ്. അപ്പോൾ നമുക്ക് പൈസ ചിലവാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ് നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നാണ് ആളുകൾ കാണുന്നത്, അത് ജീവിക്കാനുള്ള ശക്തി എന്നാണ് ആളുകൾ കാണുന്നത്. അക്കോർഡിംഗ് ടു ദ ലീജൻസ് ഓഫ് പബ്ലിസിറ്റി, ലീജൻസ് എന്ന് പറഞ്ഞാൽ ഇതിഹാസങ്ങൾ. ഇപ്പോൾ പബ്ലിസിറ്റി ഇങ്ങനെ കാണിക്കുന്ന കൺസ്യൂമേഴ്സിനാണ് ഇദ്ദേഹം കളിയാക്കി പറയുന്നത്. ലീജൻസ് ഓഫ് പബ്ലിസിറ്റി, ദോസ് ഹു ലാക്ക് ദ പവർ ടു സ്പെൻഡ് മണി ബിക്കം ലിറ്ററലി ഫേസ്ലെസ്. അപ്പോൾ ഇങ്ങനെ ഒരു പരസ്യം കാണുമ്പം അതിനുവേണ്ടി പൈസ ചിലവാക്കുക, ആ പൈസ ചിലവാക്കാൻ പറ്റാത്തവൻ എന്താണെന്നാണ്, അവർക്ക് മുഖമില്ല എന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും നേരെ മറ്റുള്ളവരെ ഫേസ് ചെയ്ത് നിൽക്കാനുള്ള ശേഷിയില്ലാത്തവരാണെന്നാണ് സമൂഹത്തിലപ്പം വിലയിരുത്തപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് എല്ലാ പാവപ്പെട്ടവരും ഓരോ പരസ്യം കാണുമ്പോൾ ഓരോ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത്. അല്ലാതെ അവനവനുള്ളത് കൊണ്ട് കഴിയാനല്ല, ആളുകൾ നോക്കുമ്പോൾ അയ്യോ ഞങ്ങളപ്പോൾ സമൂഹത്തിൽ താഴ്ത്തപ്പെട്ടവരാകുമെന്നുള്ളൊരു ഫീലിങ്ങിലാണ് ആളുകൾ പലതും പല കാര്യങ്ങളുടെ പബ്ലിസിറ്റിക്ക് കീഴ്പ്പെട്ടു പോകുന്നത്. അക്കോർഡിംഗ് ടു ദ ലീജൻസ് ഓഫ് പബ്ലിസിറ്റി, ദോസ് ഹു ലാക്ക് ദ പവർ ടു സ്പെൻഡ് മണി ബിക്കം ലിറ്ററലി ഫേസ്. പൈസ ചിലവാക്കാൻ കഴിയാത്തവനെല്ലാം സമൂഹത്തിൽ താഴെക്കട കിടക്കുന്നവരാണെന്നൊരു തോന്നൽ അതുണ്ടാകുവാണ് ആളുകൾക്കിപ്പോൾ ചെയ്യുന്നത്. ദോസ് ഹു ഹാവ് ദ പവർ ടു ബിക്കം ലവബിൾ. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, കൈ കൊള്ളാൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പൈസ ഉള്ളവൻ എല്ലാവരുടെ മുമ്പിൽ സ്നേഹിക്കപ്പെടും. ഇങ്ങനൊരു ഫീലിംഗാണ് ആളുകളുടെ ഇടയിലേക്ക് വരുന്നത്. സെക്സ്വാലിറ്റി ഈസ് ഇൻക്രീസിംഗ്ലി യൂസ്ഡ് ടു സെൽ എനി പ്രോഡക്റ്റ് ഓർ സർവീസ്. സെക്സ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു സെൽ എനി പ്രോഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ നിങ്ങൾക്കറിയാം പല പരസ്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു സെക്സ്വൽ മസാല കലർന്ന തലത്തിലാണ്. ഇപ്പോൾ പല ഉൽപ്പന്നങ്ങളും ചിലവാക്കാനായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു മോഡലിനെ നിർത്തുന്നു, അത് ഇച്ചിരി ഒരു ലൈംഗിക ചുവ കലർന്ന ലാംഗ്വേജോട് കൂടി മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് പല മോഡൽസിനെ വെച്ച് പല ഐറ്റം നമ്പറും കാണിച്ച് പല സാധനങ്ങളെ മാർക്കറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതും ഒരു പബ്ലിസിറ്റിയുടെ മാനദണ്ഡമാണ് ഈ സെക്സ്വാലിറ്റി എന്ന് പറയുന്നതാണ് പറഞ്ഞത്. ബട്ട് ദി സെക്സ്വാലിറ്റി ഈസ് നെവർ ഫ്രീ ഇൻ ഇറ്റ് സെൽഫ്. It is a symbol of something presumed to be larger than it. The good life in which you can buy whatever you want. ഇപ്പം ചില പരസ്യങ്ങളിൽ ഇങ്ങനെ സെക്സ്വാലിറ്റിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പം ആളുകൾക്ക് തോന്നും, അവരെ പോലെ ബെറ്റർ ആയിട്ടൊരു ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് പറ്റുന്നില്ലല്ലോ, അത് നമ്മൾ മേടിച്ചാലോ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളും ആ ഒരു ലൈഫിലേക്ക് വരണം. ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് സെക്സ്വാലിറ്റിയും ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് സംതിങ് പെർസ്യൂംഡ് ടു ബി ലാർജർ ദാൻ ഇറ്റ്. ഇറ്റ് എ ഗുഡ് ലൈഫ് ഇൻ വിച്ച് യു ക്യാൻ ബൈ വാട്ട് എവർ യു വാണ്ട്. അപ്പോൾ പല പരസ്യത്തിലും ഇങ്ങനെ സെക്സ്വാലിറ്റിയും കൂടെ കാണിക്കുന്നതോടുകൂടി ആളുകൾക്ക് ഒരു ചിന്ത വരും, അപ്പോൾ കൈ കാശുണ്ടെങ്കിൽ എന്തും മേടിക്കാം, അപ്പം നമുക്ക് ഇത്തരത്തിലൊരു ജീവിതം നയിക്കാം. അങ്ങനെ ആളുകളെ വഴിതെറ്റിക്കുകയും കൂടിയാണ് പല പരസ്യങ്ങളും ചെയ്യുന്നതെന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. ഇഫ് യു ആർ ഏബിൾ ടു ബൈ ദിസ് പ്രോഡക്റ്റ് യു വിൽ ബി ലവബിൾ. നിങ്ങളിപ്പോൾ ഈ സാധനം മേടിക്കുവാണെങ്കിൽ നിങ്ങൾ വളരെ ലവബിൾ ആകും. അതായത് ഇപ്പോൾ പെർഫ്യൂമിൻ്റെ ഒക്കെ പരസ്യം നിങ്ങൾക്കറിയാം, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സെക്സ്വാലിറ്റി മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ ആക്സ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകളൊക്കെ വരും, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെക്സ്വാലിറ്റി മാർക്കറ്റിംഗ് ആണ് അവിടെ നടത്തുന്നത്. ഇഫ് യു കനോട്ട് ബൈ ഇറ്റ് യു വിൽ ബി ലെസ് ലവബിൾ. അപ്പം നിങ്ങളെക്കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു പരസ്യത്തിലെ ഉൽപ്പന്നം മേടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ സ്നേഹമില്ലാത്തവരായി പോകും. ഇതാണ് ചിന്ത. ഇപ്പോൾ കോൾഗേറ്റിൻ്റെയൊക്കെ പരസ്യമാണെങ്കിൽ തന്നെ അറിയാം, ഇപ്പോൾ പല്ല് വെച്ചിട്ട് ചെല്ലുമ്പോഴേ ഒരു ഗേൾ ഫ്രണ്ട് വീഴുന്നു, ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരം മാർക്കറ്റിംഗ് ആണ്, പക്കാ പബ്ലിസിറ്റി മാർക്കറ്റിംഗ് ആണ് അവിടെ നടത്തുന്നത്. അതും വേറൊരു വേയിൽ സെക്സ്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. പ്രിൻസിപ്പലി അഡ്രസ്ഡ് ടു ദ വർക്കിംഗ് ക്ലാസ്, ഇറ്റ് ടെൻഡ്സ് ടു പ്രോമിസ് എ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ടു ദ ഫങ്ഷൻ ഓഫ് ദ പർട്ടിക്കുലർ
പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് സെല്ലിംഗ് സിൻഡ്രല്ല മിഡിൽ ക്ലാസ് സിൻഡ്രല്ല എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ്. Principally addressed to the working class, it tends to promise a personal transformation to the function of particular product it is selling. Middle class publicity principally addressed to the working class. ഇപ്പം തൊഴിലാളി സമൂഹത്തിനെ സംബന്ധിച്ചാണ് ഇറ്റ് ടെൻസ് ടു ദ പ്രോമിസ് ഓഫ് എ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ത്രൂ ദ ഫംഗ്ഷൻ ഓഫ് ദ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഇപ്പോൾ തൊഴിലാളി സമൂഹത്തിനെ സംബന്ധിച്ചുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ പർട്ടിക്കുലറായിട്ട് പ്രത്യേകമായിട്ട് ഒരു പ്രോഡക്റ്റ് ഉൽപ്പന്നം മേടിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് അവന് തോന്നുന്നത്. അതിനൊരു ഉദാഹരണമാണ് സിൻഡ്രല്ല എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. മിഡിൽ ക്ലാസ് പബ്ലിസിറ്റി, ഇനി മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണെങ്കിലോ അവരുടെ പബ്ലിസിറ്റി കാണിക്കുന്നത് പബ്ലിസിറ്റി പ്രോമിസസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റിലേഷൻഷിപ്സ് ത്രൂ എ ജനറൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റഡ് ബൈ ആൻ എൻസെമബിൾ പ്രോഡക്റ്റ്. ഇപ്പം ഇടത്തരക്കാരുടെ ഇടയിലാണെങ്കിൽ അവർ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ സമൂഹത്തിലെ ബന്ധങ്ങൾ അത് കൂടുതലായിട്ട് ഉറപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മേടിച്ചാൽ. അങ്ങനെ അവർക്കങ്ങ് തോന്നുക. എനോർമസ് ഇൻഫ്ലുവൻസ് ഈസ് എക്സൈറ്റഡ് ബൈ പബ്ലിസിറ്റി ആസ് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഫിനോമിനൻ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. ഇനോർമസ് ഇൻഫ്ലുവൻസ് ഈസ് എക്സൈറ്റഡ് ബൈ പബ്ലിസിറ്റി ആസ് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഫിനോമിനൻ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. അപ്പം ഇത് രാഷ്ട്രീയപരമായിട്ടും ഒരു വളരെ പ്രാധാന്യമുള്ള തരത്തിലുള്ളൊരു പരിപാടിയാണ് ഈ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ. ബട്ട് ഇറ്റ്സ് ഓഫർ ഈസ് ആസ് നാരോ ആസ് ഇറ്റ്സ് റെഫറൻസ് ആർ വൈഡ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഓരോ പബ്ലിസിറ്റി ഓഫർ ചെയ്യുന്നത് വലിയ വലിയ വാഗ്ദാനങ്ങളാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ നാരോ ആണ്, ഇടുങ്ങിയതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഫെയർനെസ് ക്രീം തേച്ചതുകൊണ്ട് ആളുകളുടെ കളറ് മാറുമല്ല, അതായത് തേച്ചാലുള്ളത് മായ്ച്ചാൽ പോകുമെന്ന് ചോദിക്കുന്ന പോലെയാണ്. പക്ഷേ ആളുകൾ അങ്ങോട്ട് അഡിക്റ്റായി പോവുകയാണ്. ഇറ്റ് റെക്കഗ്നൈസ് നത്തിങ് എക്സെപ്റ്റ് ദ പവർ ടു അക്വയർ. ശരിക്കും അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മളിപ്പം വലിയ കൂടി ബ്രാൻഡിൻ്റെ ഐറ്റംസ് മേടിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ അവനിപ്പം ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ കൂടിയ സാധനം ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ അവനൊരു വ്യക്തിപരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷനാണ് അവിടെ കിട്ടുന്നത്. അതാണ് ആളുകൾ ഇവിടെ കാണുന്നത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി എപ്പോഴും നമ്മളായിട്ട് തന്നെ ഇരിക്കുകയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? അതില്ല. അതാളുകൾ മനസ്സിലാക്കുന്നില്ല. ഇറ്റ് റെക്കഗ്നൈസ് നത്തിങ് എക്സെപ്റ്റ് ദ പവർ ടു അക്വയർ. അപ്പോൾ ഇതിപ്പോൾ ഒന്നിനെ അംഗീകരിക്കുന്നില്ല. നത്തിങ് എക്സെപ്റ്റ് ദ പവർ ടു അക്വയർ. അപ്പം ഇതൊന്നിനെ അംഗീകരിക്കുന്നില്ല. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് അത് വേണോ എന്നുള്ളൊരു ചുമ്മാ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് വെക്കുന്ന ഒരു തരം പവർ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഓൾ അതർ ഹ്യൂമൻ ഫാക്കൽറ്റീസ് ഓർ നീഡ്സ് ആർ മെയ്ഡ് സബ്സിഡറി ടു ദിസ് പവർ. അപ്പം നമ്മളുടെ മറ്റു പല ആവശ്യങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും താഴെയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓൾ ഹോപ്സ് ആർ ഗ്യാതേർഡ് ടുഗദർ മെയ്ഡ് ഹോമോജീനസ്. അപ്പം നമ്മളുടെ എല്ലാ പ്രത്യാശയങ്ങളും ഒരുപോലെ നമ്മൾ കാണുന്നു. സിംപ്ലിഫൈഡ് സോ ദാറ്റ് ദേ ബിക്കം ദ ഇൻറ്റൻസ് യെറ്റ് വേഗ് മാജിക്കൽ യെറ്റ് എ റിപ്പീറ്റബിൾ പ്രോമിസ് ഓഫേർഡ് ഇൻ എവറി പർച്ചേസ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഓരോ കാര്യം പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ഇത് പ്രോമിസ് ചെയ്യുന്ന പോലെ, അതായത് ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആകും എന്നൊരു പ്രതീക്ഷയിലങ്ങ് ചുമ്മാ മേടിക്കുക. പക്ഷേ അത് ശരിക്കും അങ്ങനെയല്ല സംഭവിക്കുന്നത്. നോ അതർ കൈൻഡ് ഓഫ് ഹോപ്പ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓർ പ്ലഷർ ക്യാൻ എനി ലോങ്ങർ ബി എൻവിസേജ്ഡ് വിത്ത് ദ കൾച്ചർ ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മുതലാളിത്ത വ്യവസ്ഥിതി, നിങ്ങൾക്കറിയാം. അപ്പോൾ മുതലാളിത്ത വ്യവസ്ഥിതിയിലെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ പബ്ലിസിറ്റി മൂലം നമ്മൾ പല പരസ്യത്തിനുമൊക്കെ അടിമകളായിട്ട് പോകുന്നു, അല്ല പല ഇമേജസും കാണുമ്പോൾ അതിൻ്റെ പുറകെ ചാടി ഇങ്ങ് വീഴുന്നു. പബ്ലിസിറ്റി ഈസ് ദ ലൈഫ് ഓഫ് ദിസ് കൾച്ചർ ഇൻ സോ ഫാർ ആസ് വിത്തൗട്ട് പബ്ലിസിറ്റി ക്യാപിറ്റലിസം കുഡ് നോട്ട് സർവൈവ്. അപ്പം ജോൺ ബർഗർ പറയുന്നത് ഇപ്പം മുതലാളിത്ത വ്യവസ്ഥിതി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പബ്ലിസിറ്റി വേണം. പബ്ലിസിറ്റിയും അതുപോലെ തന്നെ ഈ പറയുന്ന ക്യാപിറ്റലിസവും പരസ്പര പൂരകങ്ങളാണ്. ക്യാപിറ്റലിസത്തിന് പബ്ലിസിറ്റി ഇല്ലാതെ നിൽക്കാൻ സാധിക്കത്തില്ല. ക്യാപിറ്റലിസം കുഡ് നോട്ട് സർവൈവ് ആൻഡ് അറ്റ് ദ സെയിം ടൈം പബ്ലിസിറ്റി ഈസ് ഇറ്റ്സ് ഡ്രീം. പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സ്വപ്നമാണ്, മുതലാളിത്ത വ്യവസ്ഥിതിയുടെ സ്വപ്നമാണ് പബ്ലിസിറ്റി. അപ്പം എല്ലാവരുടെ മുമ്പിൽ അറിയപ്പെടുക എന്നുള്ളൊരു ചിന്തയോടെയാണ് ആളുകൾ പല കാര്യങ്ങൾക്കും താഴെ വീണു അവർ അഡിക്റ്റായിട്ട് പല കാര്യങ്ങളും മേടിച്ചു കൂട്ടുന്നത്. ക്യാപിറ്റലിസം സർവൈവ്സ് ബൈ ഫോഴ്സിങ് ദ മജോറിറ്റി ഹൂം ഇറ്റ്സ് എക്സ്പ്ലോയിറ്റ്സ്. ക്യാപിറ്റലിസം എങ്ങനെയാണ് നിൽക്കുന്നത്? മുതലാളിത്ത വ്യവസ്ഥിതിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ആളുകളെ മൊത്തം ചൂഷണം ചെയ്തിട്ടാണ്. എക്സ്പ്ലോയിറ്റ്സ് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യപ്പെടുന്നവർ. ഇങ്ങനെ ആളുകളെ ചൂഷണം ചെയ്താണ് നിൽക്കുന്നത്. ടു ഡിഫൈൻ ദെയർ ഓൺ ഇൻട്രസ്റ്റ് ആസ് നാരോലി ആസ് പോസിബിൾ. അപ്പോൾ ആളുകളെ ചൂഷണം ചെയ്യും, അത് കിട്ടും ഇത് കിട്ടും എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ദിസ് വാസ് വൺസ് അച്ചീവ്ഡ് ബൈ എക്സ്റ്റൻസീവ് ഡിപ്രിവേഷൻ. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി അറ്റൈൻ ചെയ്യുമ്പം അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരുതരം ഡിപ്രൈവേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. Today in the developed countries, it is being achieved by imposing a false standard of what is and what is not desirable.
ഇനി പല ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ വികസിതപരമായിട്ടുള്ള പല രാജ്യങ്ങളും ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി അത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് പൊതുവേ ഒരു രാജ്യത്ത് ചില തീരുമാനങ്ങൾ എടുക്കുക, ഈ സാധനങ്ങൾ എടുത്താൽ നല്ലതാണ്, മറ്റേ സാധനങ്ങൾ മോശമാണ്, ഇങ്ങനെ ലോ ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ പ്രോഡക്ട്സിനെ ഇങ്ങനെ നമ്മൾ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ആളുകൾ നോക്കുമ്പോൾ ആർക്കും ലോ ക്വാളിറ്റി വേണ്ട, എല്ലാവർക്കും ഹയർ ക്വാളിറ്റിയുള്ള സാധനം മതി. അങ്ങനെയാണ് ആളുകൾ ഈ പബ്ലിസിറ്റിക്ക് അടിമപ്പെടുന്നതെന്നാണ് ഇദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിലൂടെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന പല ദൃശ്യമാധ്യമങ്ങളും അല്ലെങ്കിൽ ദൃശ്യപരമായിട്ടുള്ള ഇമേജസ് കാണുമ്പോൾ നമ്മൾ അതിന് പറഞ്ഞാൽ ചാടി വീഴാതെ നമ്മൾ അതിനെ വിലയിരുത്തി ചിന്തിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് കടക്കാനെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഈ ഓരോ പരസ്യവും നമ്മളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ വിചാരം നമ്മളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മാറുമെന്നുള്ളത്. ശരിക്കും അതുകൊണ്ടുള്ള നേട്ടമെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ പൈസ വെറുതെ കളയാമെന്നുള്ളതും നമ്മുടെ മനസ്സിൻ്റെ അന്നത്തെ ഒരു സാറ്റിസ്ഫാക്ഷനുമാണ്. നമ്മൾ ശരിക്കും അവിടെ നമ്മളുടെ ഇമാജിനേഷന് പുറകെ പോവുക. പക്ഷേ നമ്മുടെ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് നമ്മളപ്പം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മളെല്ലാം ബോധവാന്മാരാകണം. വി ഷുഡ് ബി അവെയർ അബൌട്ട് ദീസ് തിങ്സ്. അതാണ് അദ്ദേഹം ഈ എസ്സേയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ ഓഡിയോ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പാഠം ഒന്ന് വായിച്ചു നോക്കുക.